കുറച്ച് നാളുകളായിട്ട് ഷോപ്പിംഗ് വീഡിയോസ് കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവും എല്ലാവരും. അപ്പം ഇനി നിർത്തിയിട്ടാ, അതിന് ഷോപ്പിംഗ് വീഡിയോസ് ഇല്ല, കഴിഞ്ഞു. കുറേ ഉണ്ടായിരുന്നു, അതൊന്നും കാണിച്ചിട്ടില്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറേ അവർ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു ഇന്നത്തേക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 10 ഊണാണ് ആക്കിയിട്ടുള്ളത്. നമ്മളത് അതൊക്കെ കഴിഞ്ഞു കേട്ടാ. ജഗു ട്യൂഷൻ കഴിഞ്ഞ് വന്നു, നിന്നിട്ട് സ്കൂളിൽ പോകണ്ടേ, പൊക്കോ ആക്കിക്കോ, കുളിക്കാൻ പോവാൻ. അപ്പം നമ്മൾ ചോറ്, മോര് കറി, മോരും കുമ്പളങ്ങി ഇട്ടാൽ ഇത്തിരി കട്ടിയിൽ വെച്ചു, പിന്നെ കായും ചേനയും ഉപ്പേരി ഉണ്ടാക്കി, മീൻ വറുത്തു, അച്ചാറ്. ഇത്രയാണ് നമ്മളാക്കാൻ പോണേട്ടാ. ഒരു സാധാ സിമ്പിൾ പൊതിച്ചോറ്. അപ്പം അത് പൊതിയിൽ ചേട്ടങ്ങ ചെയ്യും ഇല്ലേ? ഞാൻ ചെയ്യാൻ പോണ്. അവര് 9 മണിക്ക് എത്തും. 9 മണിയല്ല, 10 മണിക്കാവുന്ന പറഞ്ഞല്ലേ. സമയമുണ്ട്, പൊതിഞ്ഞ് വെക്കാം നമുക്ക്. അപ്പം പിന്നെ അവർ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്ന് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലേ അനീഷ് ജോർജ് വന്നപ്പോൾ, അനീഷ് ജോർജിനെ അറിയാലോ, അന്ന് ഇപ്രാവശ്യം അനീഷ് ജോർജ് നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോൾ നാട്ടിൽ വരുമ്പോഴും 10 ദിവസം വരായാലും ഇവിടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരും കേട്ടാ. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സരിതേച്ചി എനിക്കൊരു കാര്യം പറയാണ്ട്, സരിതേച്ചിക്ക് എന്നോട് എന്തെങ്കിലും വിരോധം തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാനത് പറയും. അപ്പം എന്തേ പറഞ്ഞോ എന്ന് പറഞ്ഞു. സജഷനുമാണ്, ഒരു വിഷമം കൂടിയിട്ടാണ് ഞാൻ ഈ പറയണേന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വീടിൻ്റെ ചുറ്റൊക്കെ കിടന്ന് നടന്നിട്ട് വീടിൻ്റെ ചുറ്റും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തില്ല. അതൊക്കെ കണ്ടിട്ടാണ് അകത്തീ കയറിയതേ. എനിക്ക് വീടിൻ്റെ ചുറ്റും നടന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ചെടികളും പൂക്കളും ഇതൊക്കെ ആയിട്ട്. അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് വിഷമമായി ചേച്ചി. അപ്പം ഞാൻ എന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുറത്തൊക്കെ ഇത്രയ്ക്കും നല്ല ചെടികളും മരങ്ങളും ആയിട്ട് അകത്ത് മുഴുവൻ പ്ലാസ്റ്റിക് ചെടി. കണ്ട, ഇത് ഇവിടെ പ്ലാസ്റ്റിക്, ഇത് നമ്മുടെ ശാന്തേട്ടൻ്റെ അവിടേക്ക് നമ്മളന്ന് പോയപ്പോൾ ശാന്തേട്ടൻ തന്നിട്ടുള്ളതാണ്. ഇത് ഈ ചെടി കണ്ട, ഇതൊക്കെ എല്ലാവർക്കും വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുമ്പോൾ ഇഷ്ടമാവാറുണ്ട് കേട്ടോ. ഇതാണ് അവിടെ നിന്ന് ഇതും പിന്നെ ഇതൊക്കെ. പിന്നെ നമ്മുടെ അവിടെ ഒരു സെപ്പറേഷൻ മറ്റേ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ലേ, ഊണുമേശയുടെയും മറ്റേ വാഷ് ഏരിയയുടെ ഇടയിലായിട്ട്, അതും വെച്ചിട്ടുള്ളതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇവിടെയൊക്കെ നല്ല ലൈവ് പ്ലാന്റ്സ് ആയിരുന്നു വീട് പണിതപ്പോൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ അത് പിന്നെ നാശമായിപ്പോയി. നമുക്കത് നോക്കാൻ അറിയാണ്ടേ. എനിക്കറിയില്ല. അപ്പം ഞാൻ ആൽവിൻ്റെ അടുത്ത്, ആൽവിൻ അന്നത് വെച്ച് തന്നപ്പോൾ ചോദിച്ചപ്പോൾ ആൽവിൻ പറഞ്ഞേ എല്ലാ ദിവസവും ഒരു 1/4 ഗ്ലാസ്സിനേക്കാൾ താഴെ വെള്ളം വെച്ച് ഒഴിച്ചു എന്ന് പറഞ്ഞു. ഞാനതുപോലെ ഒഴിച്ചു. അതിനൊന്നും അത്രയ്ക്ക് വെള്ളം ആവശ്യമില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു 2 തുള്ളി വെള്ളം ഒഴിക്കേണ്ട ചെടികളായിരുന്നു. അപ്പോൾ പിന്നെ അത് നാശമായിപ്പോയി അങ്ങനെ. അപ്പോൾ പിന്നെ അതൊക്കെ പിന്നെ എടുത്ത് മാറ്റി പുറത്തേക്ക് എടുത്ത് വെച്ചു ആ ചട്ടിക്ക്. അപ്പോൾ അന്ന് അങ്ങനെ കൊണ്ടുവച്ചത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ചെടികൾ അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് മാറ്റണം. അതുമ്പോൾ മറ്റേ ലക്കി ബാമ്പു ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതും നശമായിപ്പോയി. പിന്നെ പറയണു ലക്കി ബാമ്പൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചീത്തയായി പോയ വീടിന് ദോഷം അത്രേ, നമ്മളത് അറിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമാണോ അത് പോയെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ എന്തിട്ടാണോ വരാൻ പോണേന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചേനെ അങ്ങനെ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായില്ല. ഞാനപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 5, ഇതാകുമ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോൾ പൊടി പിടിക്കും, അത് നന്നായി കഴുകി ഉണക്കി വീണ്ടും അവിടെ തന്നെ കൊണ്ടുവയ്ക്കും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അനീഷ് ഇത് വന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ അതിന് മുന്നേ ആലോചിക്കുന്നുണ്ട് കേട്ടോ നല്ല ചെടി വെക്കണം എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ സച്ചിനില്ലേ, ചെറിയേട്ടൻ്റെ മോൻ, ഇപ്പം കല്യാണം നടക്കണ ഇത് മൂത്തവൻ, അവൻ്റെ പേര് സഞ്ജയ്, താഴെയുള്ളവനാണ് സച്ചിൻ. അപ്പം സച്ചിൻ്റെ കൂട്ടുകാരനാണ് മിലൻ. അപ്പം മിലൻ ഈ കറക്റ്റ് സമയത്തിനാണ് നമ്മളെ വിളിച്ചത്. മിലന് കുരേച്ചർ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഷോപ്പുണ്ട്, മണ്ണുത്തിയിലും ഒരു ഷോപ്പ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം നമ്മൾ എന്നിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും നമുക്ക് വെക്കണമല്ലോ. അപ്പം ഞങ്ങൾ മണ്ണുത്തിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിത്തും ചെടികളും വാങ്ങിക്കാൻ പോകണതല്ല. അപ്പം അങ്ങനെ പോയപ്പോൾ മണ്ണുത്തിയിലത്തെ ഷോപ്പിൽ കയറിയപ്പോഴേ നമ്മൾ ഞെട്ടിപ്പൂവും കണ്ടിട്ടുണ്ടെങ്കിൽ. ഇൻഡോർ പ്ലാന്റ്സിന് പുറമെ അവിടെ ഹൈലൈറ്റ് ചെയ്യണത് സിറാമിക് പോട്ട്സ് ആണ്. നമ്മൾ പ്ലാസ്റ്റിക് പോട്ട്സും ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്, പക്ഷെ സിറാമിക് പോട്ട്സ് വളരെ റേറ്റ് കുറവുള്ളത് തൊട്ട് ഭയങ്കര വില കൂടിയത് വരയ്ക്കും ഉണ്ട് കേട്ടോ. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ ചെടികളായാലും നമ്മളെല്ലായിടത്തും കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ഇല്ലേ, ഇൻഡോർ പ്ലാന്റ്സ്, അതല്ലാണ്ടുള്ള കുറേ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യണ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് അവിടെ കണ്ടിട്ടേ നമ്മുടെ വീട്ടിലേക്ക് ഏതാ വേണ്ടതെന്ന് എനിക്ക് ആയാലും ചേട്ടനായാലും അങ്ങനെ വലിയ അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ബോധമില്ല. അപ്പം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിലൻ അവൻ്റെ വൈഫും കൂടിയിട്ട് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നു. അവർ നോക്കി, നമ്മുടെ വീട് നോക്കി. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ആർച്ചിൻ്റെ ഇപ്പുറത്തും ഓരോന്ന് വെക്കണം എന്നുണ്ട്. പിന്നെ
5 ചെറുതുകൾ വെക്കണം, എന്നിട്ട് അടുക്കളയിൽ അങ്ങനെയൊക്കെയുള്ളൂ. അവിടെ താഴത്തൊരെണ്ണം വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ നോക്കിയിട്ട് അവർ സജസ്റ്റ് ചെയ്തു ഇന്ന സാധനം ഇവിടെ വെച്ചാൽ ഭംഗിയുണ്ടാവും. അവർ അവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ ഓരോ എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അതിൻ്റെ ഫോട്ടോ എടുത്ത് പോകും. എന്നിട്ട് ആ ഫോട്ടോയിൽ അവർ ഉദ്ദേശിച്ച ചെടി വെക്കുമ്പോൾ എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളതിൻ്റെ അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു PDF ഫയൽ നമുക്ക് അയച്ചു തരും. അപ്പം നമുക്കത് അവർ പ്രപ്പോസ് ചെയ്യണത് നമുക്ക് അത് വേണ്ട വേറെ മതിയെങ്കിൽ നമുക്കത് ചെയ്യാം, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, അവരാക്കി തന്നിട്ടുണ്ട്, നല്ല സാധനങ്ങളാണ്. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ മിലൻ വരും, അത് വെക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഞങ്ങളിനി എപ്പോഴെങ്കിലും നമ്മളെയൊക്കെ അബദ്ധം പറ്റി എന്തിട്ടാന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ആ ഷോപ്പ് കണ്ടില്ലേ, ഞങ്ങളത് ഷോപ്പ് വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പോയി. ഞങ്ങൾ മണ്ണുത്തിയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കയറി. അപ്പം അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഷോപ്പിൻ്റെ അത് കാണേണ്ടതായിരുന്നു. നല്ല ഭംഗിയുള്ള പോട്ട്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവർ ഏതൊക്കെ പോട്ട്സാണെന്ന് എനിക്കറിയില്ല കേട്ടാ. ഇവിടെ ചേരണത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുവരും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ. അപ്പം അത് കാണാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മീൻകുളം ശരിയാക്കിയല്ലോ. അപ്പം ആ മീൻകുളത്തിൻ്റെ അവിടെ പറഞ്ഞില്ല ആ പടക്കച്ചെടി, എന്നിട്ട് അതിൻ്റെ പേര് ഹെലിക്കൂണിയ. പടക്കച്ചെടി എന്നാണ് ഇവിടെ തൃശ്ശൂർക്കാർ പറയാതിന്. ആ ഹെലിക്കൂണിയ മാറ്റിയിട്ട് അവിടെ ബോഗൺവില്ല വയ്ക്കണം. അപ്പം അത് കുറച്ച് വാങ്ങിച്ച് സെറ്റ് ചെയ്യൽ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കല്യാണം അടുത്തു. അപ്പോൾ വീടിൻ്റെ ഉള്ളും പുറം ഭാഗമൊക്കെ എല്ലാവരും ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളാലാവുന്നത് ഞങ്ങളും ചെയ്യുന്നു. വലിയൊരു ഇൻട്രോ ആയി പോയി, സോറി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പൊതിച്ചോറ് പൊതിയാണ് കേട്ടോ. വാഴലേലല്ല കേട്ടോ, വാഴലേല് പൊതിയുമ്പോഴേ എന്നിട്ട് പ്രശ്നം വെച്ചാൽ അത് മടക്കുമ്പോൾ എങ്ങനെയായാലും ഇലത്തിരി മുറിഞ്ഞ് അതിൽ കൂടെ കൂട്ടാഞ്ചാറ് പുറത്തേക്ക് പോയി കടലാസൊക്കെ കുതിരും. പിന്നെ കാറ്റ് കാരണം വാഴല മുഴുവൻ കീറിയിട്ടിരിക്കുകയാണ്. ഒരെണ്ണം പൊതിയണ കാണിക്കണുള്ളൂ. ഉണ്ണിക്ക് നിനക്ക് എന്നിട്ട് വേണ്ട കഞ്ഞിയ ചോറ പൊതിച്ചോറിനെ വേണം. അപ്പൊ 11 പൊതിഞ്ഞു അവന് പൊതിച്ചോറ് മതിയെന്ന്. മീൻ അടിപൊളി സരിതരം മോര് കൂട്ടാനൊക്കെ വെച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ. ചേട്ടൻ മീൻ നന്നാക്കി. പിന്നെ ഇതിലേക്കുള്ള നാളികേരം ചെരുക്കി തന്നു. നാളികേരം 2 നാളികേരം ചെരുക്കി തരാൻ പറഞ്ഞു ഞാൻ. എന്നിട്ട് ചെരുക്കിയിട്ടിരിക്കുമ്പോൾ ഒരു നാളികേരം പോലെ. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് 2 ചെരുക്കി തരാൻ പറഞ്ഞിട്ട് തോരനുള്ളല്ലോ എന്ന് പറയാം. 2 ചെരുക്കിണ്ട് 2. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ 4 ചിരട്ട അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ നാളികേര ഫലത്തിൽ 1 ചെരുക്കിയതുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ചേട്ടൻ്റെ ഇത് ഇവിടെയൊക്കെ നാളികേര ഇത് പീര മനസ്സിലായി. ബാക്കി അവിടെ പോയിന്ന് മീൻ വറുത്തേ. അത് എല്ലാവരും മീൻ കഴിക്കാൻ പറ്റില്ലോ. അത് പൊതിഞ്ഞ് വെക്കാം, പൊതിഞ്ഞ് വെക്കാം. ഇത് സാധനം ഇനിയിപ്പോൾ മീൻ ആവശ്യമില്ലാത്തവര് തൊട്ടപ്പുറത്തെ ആൾക്ക് കൊടുത്തോട്ടെ. റബ്ബർ ബാൻഡ് കുറച്ച് വാങ്ങിക്കണ്ടായിരുന്നു അല്ലേ? റബ്ബർ ബാൻഡ് ഒന്നും വേണ്ട. അപ്പം അത് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കായിരുന്നു. അല്ല, ഇതിന്റെ പുറത്ത് വെച്ച് പോയി പോരെ, ചോറിൽ വെക്കണം. അങ്ങനെ ഓക്കെ. ചോറ് പൊതിഞ്ഞു. ചോറ് പൊതിയ ആദ്യം ഫസ്റ്റ് പൊതി. ഇലയിലത്തെ ഒരു ടേസ്റ്റ് വേറെയാ. ആ ഇല മണം കൂടി വരുമ്പോഴേ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് അവരിതേ കൊണ്ടുപോയി. അതിൻ്റെ പിന്നാലെ തന്നെ മിലൻ എത്തി. അവർ 9:30 വരുന്നു പറഞ്ഞ കാരണം മിലൻ്റെ അടുത്ത് നേരെ വൈകിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ നേരത്തെ തന്നെയാണ് വന്നത്. കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ മിലൻ. എടുത്തു. അമ്മേ, ഭയങ്കര ഗ്രാൻഡാണല്ലോ. കോട്ട് പീസ് ലില്ലി നമ്മുടെ കുടിലിൻ്റെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. നിറയെ പൂവുണ്ട്. ഇതിൽ നമ്മൾ എന്നും വെള്ളം ഒഴിക്കണം അല്ലേ? പിന്നെ വെയിൽ കൊള്ളിക്കേണ്ടിന്ന് വരുമോ? പുറത്ത് ഇറക്കി വെക്കേണ്ടി വരില്ലല്ലോ. പക്ഷെ ഇതനങ്ങില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതോടുകൂടി റേഞ്ച് മാറും വീടിൻ്റെ. ഞങ്ങളെ ഇന്ന്
മണ്ണുത്തിയിലേക്ക് കുറച്ച് ചെടികൾ വാങ്ങിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നിന്റെ ഷോപ്പ് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ അപ്പൊ ആളുകൾക്ക് ഇത് മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല. എല്ലാവർക്കും കട എവിടെയാന്നൊക്കെ ഷോപ്പില് വേറെ മോഡലുകൾ പോട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാട്ടാ. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇത് അകത്ത് വെക്കണോണ്ട് കുഴപ്പമില്ല അല്ലേ? ആ വെയിൽ വേണമെന്നില്ല അല്ലേ? ആ കോഴിത്തീറ്റ പോലുള്ള സാധനം അല്ല. നമ്മുടെ മണ്ണ് കാണൂല, പിന്നെ നനയ്ക്കുമ്പോഴേ അബ്സോർബ് ചെയ്തിരുന്നോളും. ഇതിനെങ്ങനെ വെള്ളം തോര വേണം? ഇതിന് വെള്ളം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചാൽ മതി. ആ വെള്ളം ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നതായിട്ട്. ആ ആ ചിലർക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഐഡിയ ഉണ്ടാവും. എന്തൊക്കെ ചെടികൾ എവിടെ വെക്കണം, എങ്ങനെ ഏതാന്നൊക്കെ നല്ല അറിവുള്ളവരുണ്ടാവും. അപ്പം നമുക്കതിലും കമൻസ് ഇടുന്നവർ ഓരോ ചെടി കാണുമ്പോഴത്തേക്കും അതിൻ്റെ പേര്, അതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് കമൻറ്റിലൂടെ പറയും. ചിലവർ എന്നെ പോലുള്ളവരുണ്ടാവും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ. എന്നാൽ ഇതൊക്കെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇവർ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഷോപ്പിൽ പോയിട്ട് അത് ഇവർ നമ്മുടെ വീട് വന്ന് കണ്ടിട്ടേ, ഞാൻ പറഞ്ഞില്ലേ വീട് വന്ന് ഇവർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, മിലനും വൈഫും കൂടി. എന്നിട്ട് ഓരോ ഭാഗം ഫോട്ടോ എടുത്ത് പോയി. എന്നിട്ട് അവിടേക്ക് ഏതാ ഭംഗി ഉണ്ടാവാന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. ആ വെക്കാം. ഇതൊക്കെ സിറാമിക് പോട്ട്സ് ആണ് കേട്ടാ. സിറാമിക് ആണ് കേട്ടത്. നിങ്ങളുടെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ പോട്ട്സും ഉണ്ടാ? പ്ലാസ്റ്റിക് ഇല്ല. ഇല്ല, പ്ലാസ്റ്റിക് പിന്നെ ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടില്ലോ അല്ലേ? എല്ലായിടത്തും ഉള്ള കാരണം പിന്നെ നമ്മള് ആ അപ്പം ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇരിക്കണ ഇത് കണ്ട, ഇത് മാറ്റാൻ പോവാ. ഇതൊരെണ്ണം പുറത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാർലി ബേളിയും കൂടി തട്ടിയിട്ട് പൊട്ടിച്ചു. ആ സിറ്റ് ഔട്ടിൽ ഇവര് പറഞ്ഞു വെക്കേണ്ടതാ. കടിപിടി കൂടി അവര് കെട്ടി മറിഞ്ഞിട്ടേ ഒക്കെ തട്ടിടും. ഞങ്ങൾ അന്ന് ചെറിയ ഹൈറ്റ് കുറവിന്റെ ആയിരുന്നു. പിന്നെ നോക്കുമ്പോ ഇത് ഭംഗിന്റെ ആവാൻ തോന്നി. ആ ഇവിടെ ലൈറ്റ് വരുന്ന കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. ഇടയ്ക്കെടുത്ത് വെയിൽ കൊള്ളിപ്പിക്കേണ്ട കാര്യം ഇത് ഇപ്പൊ ഒന്നും കൂടി ഇല്ല. പക്ഷെ ഇതിലേക്ക് വേറൊരു പോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണോ? അല്ല അല്ലേ? അല്ലേ, ശരിക്ക് മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മൊത്തം. പോട്ടി മിക്സ് ഫുള്ളിട്ടുണ്ട്. ഓ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും ഹൈറ്റ് ഉള്ളതായതുകൊണ്ടേ. ഇല്ലില്ല, അത് ചട്ടി ആ ഷേപ്പായി വരണേ. ചട്ടി കറക്റ്റ് കിട്ടില്ലേ? ആ ആ പിന്നെ ഭംഗിന്റെ വില. ചിലതിലൊക്കെ നമുക്ക് വേറെ പ്ലാസ്റ്റിക്കിന്റെ ഇറക്കി വെക്കാം. ആ ഇനി ഇതുകളൊക്കെ ഇവിടുന്ന് മാറ്റാണ്. ഇതുമേ മണി പ്ലാന്റ് ആണോ? മണി പ്ലാന്റ്. ആ ഇതുമേ കൂടെ കേറി പോവോ? അത് കയറുമ്പോ കട്ട് ചെയ്തോ, ഇങ്ങനെ നിക്ക ഭംഗി. വീഴാണ്ടേ, വീണപ്പോ തന്നെ കട്ട് ചെയ്താ മതി. മണി പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മേലേക്ക് പോണതാണ് വീടിന് ഐശ്വര്യം. ഇതിങ്ങനെ വളർന്നിങ്ങനെ അടിയിലേക്ക് വീണ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അതുപോലെ മോശമാണ്. വെറുതെ പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? ചേട്ടൻ്റെ അഭിപ്രായം എന്നിട്ടാ? ഒരുപോലത്തെ 5 എണ്ണം ആണ് ഇവിടെ വരുന്നത്. നിനക്ക് എത്തുമല്ലേ? പിന്നെ ഞാൻ കസേരട്ട് കയറുന്നിട്ട് മാറ്റാം. ആ ഈസിയാണ്, മിലൻ ഈസിയാണ് അത് മാറ്റാൻ. ആ കിച്ചണിലെ 3 ജനലുമ്മേ. അവിടേക്ക് മണി പ്ലാന്റ് തന്നെ. ആ ഇവിടേക്ക് വേറെ ലീഫ്.
ഞാനിതിന്റെ താഴെ ഒരു ട്രേ ഇങ്ങനെ വെച്ചിരിക്കാൻ വിചാരിച്ചു. അല്ല ഇത് വെള്ളം കൂടി ചരിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടെ പൊക്കോളും. ഇതിലേക്ക് വരും, വെള്ളം ഓട്ടോമാറ്റിക് വരും. അപ്പൊ അങ്ങനെ കിച്ചണിലായി. ഇവിടെ വേണമെങ്കിൽ ഒരു വലിയൊരു മോൺസ്റ്റർ എന്തെങ്കിലും വെച്ച ഭംഗിണ്ടോ? വലിയ ചട്ടിയില് വീഡിയോ കാണിച്ചാലോ. രാത്രി നമ്മളങ്ങട് വാതിലടച്ചങ്ങട് കേറിയ പിന്നെ ഇവിടെ വരെ സാമ്രാജ്യം. അതുവരെ നമ്മളിവിടെ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് കേറില്ല, അവർക്ക് അറിയാം അടി കിട്ടുന്നു. ഇത് വെച്ചാണെങ്കില്ല അത് കാരണം പേടിത്ര വില കൂടിയതാവുമ്പളേ. നമ്മുടെ വീട്ടിലൊരു 1.5 ആഴ്ച മുന്നാണ് മിലൻ വന്നിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് പോയത്. അപ്പോൾ നമുക്ക് ആ മിലൻ്റെ ഷോപ്പ് കാണിക്കണം. അത് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അവിടെ വെച്ചതൊന്നുമല്ല, പിന്നെ എന്തുമാത്രം വെറൈറ്റി ചെടികളും പോട്ട്സ്, ഈ സിറാമിക് പോട്ട്സ് അതൊക്കെ ഉണ്ടെന്നുള്ളതേ മനസ്സിലാണെങ്കിൽ ശരിക്കും ഷോപ്പിലേക്ക് വരണം. അപ്പോൾ ഞങ്ങളന്ന് ചോദിച്ചു, അന്ന് വരട്ടെ ഷോപ്പൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്, ഷോപ്പും കൂടി എൻ്റെ കൂടെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ മിലൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വരട്ടെ, കുറച്ചും കൂടിയും പ്ലാൻസ് വരാനുണ്ട് പുറത്തുനിന്നൊക്കെ, അതൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ. അത് മണ്ണുത്തിയിൽ ആണ് ഈ ഷോപ്പ് വരുന്നത്. മിസ്റ്റർ ഗ്രീൻ എന്നാണ് ഷോപ്പിൻ്റെ പേര്. സിറാമിക് പോട്ട്സ്, ഇൻഡോർ പ്ലാന്റ്സ്, ഹോം ഡെക്കോർ. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി, ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ കുറേ വെറൈറ്റികൾ സിറാമിക് പോട്ട്സ് ഉണ്ട്. ഞങ്ങൾ ഒരു വട്ടം മുന്നിവിടെ വന്നതാണ്, പക്ഷേ അന്ന് വന്ന പോലെയല്ല, അതിനേക്കാളൊക്കെ പുതിയ മോഡൽ ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട് അല്ലേ? ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല, പുതിയതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് അവതരിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല കമൻസൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഞാനൊന്നും അവതരിപ്പിക്കാൻ എനിക്കറിയില്ല. എനിക്കറിയാത്ത വിഷയമാകുമ്പോൾ ഞാൻ മിണ്ടാണ്ട് നിൽക്കാറാണ് പതിവ്. അപ്പോൾ മിലൻ്റെ വൈഫാണിത്, പേര് ഞാൻ അനീറ്റ. അപ്പോൾ അനീറ്റ അടിപൊളിയായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. മിലൻ്റെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ. മിലൻ്റെ അമ്മ നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്ന ആളാണ്. മോസ്റ്റ്ലി നമുക്ക് കൂടുതൽ വരുന്ന സെറാമിക്കിന്റെ പോട്ട്സും ഇൻഡോർ പ്ലാന്റ്സ് ആണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്. സെറാമിക് പോട്ട്സിൽ നമുക്ക് ചൈനീസ് ഉണ്ട്, അതേപോലെ തന്നെ തായ്ലാൻഡ് ഇമ്പോർട്ടഡ് ഉണ്ട്, വിയറ്റ്നാം പോട്ട്സ് ഉണ്ട്. പല റേഞ്ച് ഉണ്ട്. സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഒരു 50 റുപ്പീസ് തൊട്ട് ഒരു 10,000 രൂപ വരയ്ക്കുള്ള പോട്ട്സ് ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 50 രൂപ തൊട്ട് 10,000 രൂപ വരയ്ക്കുള്ള പോട്ട്സ് തന്നെ കേട്ടാ, ചെടിയൊന്നും ഇല്ലാണ്ട്. പിന്നെ ഒരു 2.5 ഇഞ്ച് മുതൽ ഒരു അത്യാവശ്യം നല്ല സൈസ് കിട്ടുന്ന പോട്ട്സ് നമ്മുടെ അവൈലബിൾ ആണ്. പ്ലാന്റ്സ് നമുക്ക് നോർമൽ സാധാ ഇപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചൈനയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് പ്ലാന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അവിടെ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്കിവിടെ കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള പീസ് ലില്ലിക്ക് ഇല്ലേ, പീസ് ലില്ലി മാത്രമല്ല, പിന്നെ ആ പീസ് ലില്ലി ഒന്നും അത് നോർമൽ അല്ല, അത് ചൈനയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് വേരിയന്റാ. അത് പക്ക ഇൻഡോറിന് വേണ്ടി സെറ്റ് ആയിട്ട് വരുന്നത്. അത് പുറത്ത് വെച്ചാൽ സർവൈവ് ചെയ്യില്ല. പക്ക ഇൻഡോർ ഡെയിലി ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിന്റെ വാട്ടർ ബേസ്ഡും വരുന്നുണ്ട്, സോയിൽ ബേസ്ഡും വരുന്നത്. വീട്ടിൽ വെച്ചിട്ടുള്ള സോയിൽ ബേസ്ഡാ. വാട്ടർ ബേസ്ഡ് ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ജസ്റ്റ് വെള്ളം റീഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ നോർമൽ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക്, സാധാരണ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് മതി എന്നുള്ളവർക്ക് അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ വന്നാൽ നമ്മൾ പ്ലാന്റിന്റെ കൂടെ പോട്ട് ചൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ക്ലേ ബോളൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവര് രണ്ടുപേരും കൂടി നമ്മുടെ വീട് വന്ന് നോക്കിയിട്ട് ആ വീടിന്റെ ഓരോ ഭാഗങ്ങളും എവിടെയാണ് ഇവിടെ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റിയ സ്ഥലം, വെറുതെ തോന്നിയ പോലെ കുറെ വെച്ചാലും ഭംഗി ഉണ്ടാവില്ല. അത് കറക്റ്റ് അതിന് പറ്റിയ സ്ഥലത്ത് അതിന് പറ്റിയത് വെക്കേണ്ടി വരും. അപ്പം എവിടെയൊക്കെയാണ് ചെടികൾ വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് ഇത് ഫോട്ടോ എടുത്ത് പോയിട്ട് ആ ഫോട്ടോയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണതായിട്ടുള്ള PDF ഫയലായിട്ട് നമുക്ക് അയച്ചു തന്നു. എന്നിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്തത്. മോസ്റ്റ്ലി എല്ലാവരും ഹൗസ് വാമിന് തലേന്ന് പോയിട്ട് എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ എടുത്ത് വെക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മിക്കവാറും ഇൻഡോറിന് പറ്റിയ പ്ലാന്റ്സ് ഒന്നും ആയിരിക്കില്ല. 2 ആഴ്ച കഴിയുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും, പിന്നെ അത് അവിടെ പോവും. അങ്ങനെയാണ് യൂഷ്വലി വരാം. അപ്പോൾ നമ്മൾ യൂഷ്വലി വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാം, നമ്മൾ വന്ന് നോക്കാം അവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, എയറിന്റെ ഫ്ലോ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ട് അതിനെ പറ്റിയ പ്ലാന്റ്സ് വെച്ചാലേ അതവിടെ സർവൈവ് ചെയ്യുള്ളൂ. അതെല്ലാന്നുണ്ടെങ്കിൽ അത് നിൽക്കില്ല. അപ്പം നമ്മൾ മോസ്റ്റ്ലി ചെയ്യാം ഹൗസ് വാമിന് 2 ആഴ്ച മുമ്പൊക്കെ വന്ന് വീടിൻ്റെ ഇൻഡോർ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് സ്ഥലം നോക്കി അവിടേക്ക് പറ്റിയ കസ്റ്റമർ ബഡ്ജറ്റ് കൂടി നോക്കും. പല റേറ്റിനുള്ള പോട്ട്സ് ഉണ്ടല്ലോ, കസ്റ്റമർ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. സിറാമിക് പോട്ട്സ് കൂടാതെ കണ്ടോ ഇങ്ങനത്തെ വുഡൻ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ട്. ടീക്ക് വുഡിലാണ് വരട്ടെ, തേക്കിൻ്റെയാണ്. പല സൈസിലുള്ളതുണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ ടൈപ്പ് കോർണറിലൊക്കെ വെക്കാൻ പറ്റിയ ഇതൊക്കെ
ഇതൊക്കെ മെയിൻലി ടീ കൂട്ടില വരുന്ന പല സൈസിൽ നമ്മുടെ അവൈലബിൾ ആണ്. പോട്ട്സിന്റെ എണ്ണം ഡിഫറെന്റ് ആയിട്ട് വരുന്ന 7 വെക്കാവുന്ന 5 വെക്കാവുന്ന പല ടൈപ്പ് നമ്മുടെ അവൈലബിൾ ആണ്. ഇപ്പൊ ബാൽക്കണിയിലൊക്കെ സ്പേസ് ഇല്ലാത്തവർക്ക് കൂടുതലും പ്ലാന്റ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡിൽ കൂടുതൽ എണ്ണം കയറ്റാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ സ്റ്റാൻഡ് ആകുമ്പോൾ അധികം സ്ഥലമില്ല, പക്ഷെ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ചെടികൾ വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെടികൾ അതിൽ വെക്കാം. ചെറിയ പോട്ട്സ് മാത്രമല്ല, വലിയ പോട്ട്സ് ഉണ്ട് കേട്ടോ, സെറാമിക് പോട്ട്സ്. നമ്മൾ വേറെ ഷോപ്പുകളിലൊന്നും നിങ്ങൾ കാണാത്ത വെറൈറ്റി മോഡൽ. അതെല്ലാം ഡിസൈനർ പോട്ട്സ് ആണ്. അത്ര കോമൺ ആയിട്ട് എവിടെയും അങ്ങനെ കാണില്ല. സിംഗിൾ പീസുകളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ പുതിയ വീടുകൾക്ക് അതിന്റെ കളർ തീമിനനുസരിച്ച് പോവാവുന്ന ടൈപ്പ് പോട്ട്സ് ആണ്. വളരെ വൈബ്രന്റ് കളേഴ്സ് അല്ല, ഒരു ഡള്ളായിട്ട് ഷെയ്ഡ് ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ വീടുകളുടെ ഇതിൽ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പ് പോട്ട്സ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ വിയറ്റ്നാം പോട്ട്സ് ആണ്. ഒന്നുകൂടി ബഡ്ജറ്റ് കൂടുതലാണ് ഈ പോട്ട്സിനെ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ റയർ ആയിട്ടാണ് നമുക്കിപ്പോൾ വീടുകളിൽ ഇങ്ങനത്തെ പോട്ട്സ് ഒക്കെ കാണാൻ പറ്റില്ല. സെറാമിക് പോട്ട്സ് കണ്ടാൽ തന്നെ വിയറ്റ്നാം പോട്ട്സ് കാണുന്നത് അപൂർവമായിരിക്കും. മിക്കതും ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് പോട്ട്സ് ആയിരിക്കും. ഇത് വിയറ്റ്നാം ആണ്. അതിന്റെ തന്നെ ഡെക്കോർ ഐറ്റംസ് ആണ് ആയിരിക്കുന്നത്. അതിന്റെ ഫിനിഷിങ് തന്നെ നമുക്ക് നോക്കിയാൽ ഡിഫറെന്റ് ആണ് മനസ്സിലാവുക. ഹോം ഡെക്കോർ ഐറ്റംസ് നമ്മുടെ അവൈലബിൾ ആണ്. വീടിന്റെ ഉള്ളില് പർഗോളയുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ റാക്കിലൊക്കെ വെക്കാനായിട്ട് പറ്റാവുന്ന ഡെക്കോർ ഐറ്റംസും നമ്മുടെ ഉണ്ട്. ഇവിടെ മറ്റേ ബോൺസായി അങ്ങനത്തെ ഉണ്ട്. അതിന്റെ അടിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബുദ്ധനെ വെച്ചിട്ട് വേണമെങ്കിൽ വെക്കാം അല്ലേ? അങ്ങനെ ഗാർഡൻ ആക്സസറി ആയിട്ട് യൂസ് ചെയ്യാവുന്ന. ഇത് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു മോഡൽ പോട്ടാണ്. ഇതിന്റെ വേറൊരു ഡിസൈനാണ് നമുക്ക് ആദ്യം വന്നിരുന്നത്. ഇതിപ്പോ പുതിയ ഇതെല്ലാം ഇറക്കാം, സ്പെക്സ് ഇറക്കാം. ഇത് കുറച്ചുകൂടി ക്യൂട്ട് ആയിട്ടുള്ള പ്ലാന്റർ ആണ്. നമുക്ക് ഈ കിഡ്സിനും കിഡ്സ് ബെഡ്റൂമിലൊക്കെ വെക്കാൻ നല്ലോണം മൂവ് ചെയ്യുന്ന ഒരു പോട്ടാണ്. ഒരു ഡെക്കോറേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പച്ചീറ എന്ന് പറയുന്ന ഒരു ബോൺസായി ആണ്. ഇതും നമുക്ക് ചൈനയിൽ നിന്ന് വരുന്ന പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളതാണ്. നല്ല മൂവിങ് ആണ്, തീരെ മെയിൻ്റെനൻസും ഇല്ല. അതാണ് മെയിൻ. ഇത് കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ കുറേ ഇരിക്കണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വന്നത്. പക്ഷെ ഇപ്പൊ ഒന്നും കാണാൻ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നല്ല മൂവിങ് ആണ് ഐറ്റാണ്. പിന്നെ ഇവർക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഈ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഗസ്റ്റ് സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റും കൊണ്ടാണ് അങ്ങോട്ട് പോവുക. ഇപ്പം തിരിച്ചാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് അവർ നമുക്ക് തരും, വന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് തരും. അങ്ങനത്തെ റിട്ടേൺ ഗിഫ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെടികളാണ് കൊടുക്കുന്നത്, ഇങ്ങനത്തെ ലൈവ് പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നവർക്കും അതൊരു ഉപകാരമുള്ള സാധനമായിരിക്കും അല്ലേ? അപ്പൊ അവർക്ക് അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 55 രൂപ മുതലുള്ള മോഡൽസ് അവൈലബിൾ ആണ്. ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ ബാങ്കുകൾക്കും ഇവർ ഇതിന്റെ ഈ ലോഗോ ഒക്കെ വെച്ചിട്ട് നമ്മൾ സെറാമിക് പോട്ടില് പ്രിന്റിങ് ചെയ്തേക്കാണ്. പ്രിന്റിങ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ ഇതാകുമ്പോ ഇങ്ങനെ ഒരച്ചാലൊന്നും പെട്ടെന്ന് മായാത്ത ചെയ്യുന്നതാണ്. അപ്പൊ ഈ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നവരും ഇങ്ങനെ പോട്ട്സിൽ വല്ലതൊക്കെ എഴുതിയിട്ട് അത് നമുക്ക് എന്താ തീം. ഇപ്പൊ വെഡിങ് ആണെങ്കിൽ വെഡിങ്ങിന് അവർക്ക് കപ്പിളിന്റെ പേരോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആണെങ്കിൽ ബേബിയുടെ പേരോ ഫോട്ടോയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ 100 എണ്ണം 200 അങ്ങനെ ഓർഡർ വരും. എണ്ണം കൂടുതലുള്ളതിലാണ് നമുക്ക് പ്രിന്റിങ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഒരു ഓർഡർ ഉണ്ട്. സിംഗിൾ പീസ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, ചെലവ് കൂടും. അപ്പോൾ എണ്ണം റിട്ടേൺ ഗിഫ്റ്റിന് ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോഴാണ് നമുക്കിത് പ്രിന്റിങ് ചെയ്യുമ്പോൾ ഒന്നുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇത് ലീഫ് ഷൈനർ ആണ്. നമുക്ക് ഇങ്ങനെ പ്ലാന്റ്സിലൊക്കെ വല്ലാണ്ട് ഡസ്റ്റ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സ് ആകുമ്പോൾ അത് നല്ല ക്ലാരിറ്റിയോട് കൂടി ഇരിക്കണം. അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വെച്ചാൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഫിനിഷ് തോന്നുന്ന പ്ലാന്റ് ആണ്. ഇതിനിപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് പൊടി തുടയ്ക്കാൻ നിൽക്കണ്ട. കറക്റ്റ് അത് പിന്നെ ഒരാഴ്ചക്ക് കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് ആർട്ടിഫിഷ്യൽ പോലെ ഇരിക്കും. നമ്മൾ ഈ പാലും വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് അടിക്കില്ലോ, തുടക്കില്ലോ ലീഫ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. ചുമ്മാ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1 വീക്ക് സമയത്തേക്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഞാൻ നമ്മുടെ മുന്നത്തെ ചെടി ഇപ്പൊ കൊണ്ടുവച്ചത് പൊടി പിടിച്ചിട്ടില്ല. അപ്പൊ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കഴുകിയിട്ട് കാരണം പൊടി പിടിക്കും, കഴിഞ്ഞാൽ ഡാമേജ് വരുമോ പ്ലാന്റ്. അതും അങ്ങനെ പ്രശ്നമില്ലാത്തതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടാ. ഇതിന്റെ പേരെന്താണ്? കോഹം ലീഫ് ഷൈനർ. ഇവര് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും,
പിന്നെ ഈ റിട്ടേൺ ഗിഫ്റ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് കൂടാതെ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ വർക്ക് കൊടുക്കുന്നുണ്ട്, ഔട്ട്ഡോർ ഗാർഡൻ സെറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. വന്ന് ഏരിയ നോക്കി കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും. കസ്റ്റമർ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഇവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവരുടെ നമ്പർ, പിന്നെ ഷോപ്പിൻ്റെ ഇവർക്ക് കുരിയച്ചിറി കൊണ്ടിട്ട് ഒരു ഷോപ്പ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തരാം കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. മിസ്റ്റർ ഗ്രീൻ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാ ഹാൻഡിലിന്റെ പേര്. കൂടുതൽ ഓർഡർ വരുന്നത് ഇൻസ്റ്റാ വഴിയാണ്. കൂടുതലും ഇൻസ്റ്റാ വഴിയാണ് ഓർഡേഴ്സ്. ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യും. ഒരു 7 ഇഞ്ചിന് താഴേക്കുള്ള സെറാമിക് പോട്ട്സ് എല്ലാം നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഓൺലൈനായിട്ട് ചെയ്തു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, നമ്മൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഓർഡർ എടുത്ത് അയക്കും. അത് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് പോട്ട്സും നമ്മൾ അയക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പുറത്ത് ഒരു ചെടി ഇരിക്കുന്നുണ്ട്, തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അല്ലേ. 6 കളറ് ബോഗൺവില്ല ദേ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ട, ഇതൊക്കെയോ 7 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ആ, അതിന്റെ സ്മോൾ സൈസ് ആണ് ഇതാണ്. ഇതിലും ഈ 6 കളർ ഉണ്ടാവും. ഇതിൽ 4 ഇതിലിപ്പോ 4 കളറാ വിരിഞ്ഞിട്ടുള്ളൂ. ഇനി വിരിയുമ്പോ ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ പറ്റുമോ എന്നുള്ളത്. വേറെ കളർ കളറുള്ളത്. ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് വന്നിട്ട്. എല്ലാം തായ്ലൻഡാ. ഞങ്ങൾ അന്ന് വന്നപ്പോ തായ്ലൻഡ് ഇല്ലേ, ചൈനയെന്നായിരുന്നു കൂടുതൽ. പിന്നെ ബോൺസായി എ ഷേപ്പ്. അയ്യോ, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്കിപ്പോ ഏറ്റവും എൻക്വയറി ഇത് കണ്ടിട്ട് എൻക്വയറി വരുന്ന പ്ലാന്റാ. ഇത് നോക്കിയേ, ഇതെങ്ങനെ ഇതുപോലെ ഇതിനെ വളർത്തിയെടുത്തു അല്ലേ. 8 പ്ലാന്റ് എന്ന് പറയും. 8 പോലെ പോയിട്ടുള്ളത് ബോൺസായി ആണ്, 5% ബോൺസായി ആണ്. അത് 8 ഷേപ്പ് ആക്കി എടുത്തേക്കുന്നത്. കണ്ട 8ന്റെ ഷേപ്പില്. ഇതിന് എന്തുവരെ വരും? അത് ഏകദേശം ഒരു 14,000 റേഞ്ച് വരും. അല്ല, ഇതുപോലെ ഇതിനിങ്ങനെ വളർത്തിയെടുക്കണ എത്ര വർഷത്തെ അധ്വാനം അല്ലേ ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ. ഇതാണ് 10,000 രൂപയുടെ പോട്ട്. ആ, 10,000. ആ, നമ്മള് പറഞ്ഞില്ല ഇവിടെ 50 രൂപ തൊട്ട് 10,000 രൂപ വരയ്ക്കുള്ള പോട്ട്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. ഇത് 10,000ന്റെ പോട്ടാണ് ഇട്ടത്. ഈ ചെടിക്കടക്കം കണ്ടത് ചങ്ങലിട്ട് വെച്ചേക്കാ, പൂട്ടിയിട്ടേക്കാണ് വല്ലവരും എടുത്തോണ്ട് കൊണ്ടിരിക്കാൻ. അത് ബോത്ത് ഔട്ട്ഡോറും വെക്കാവുന്ന പോട്ടാണ് കേട്ടോ. ഇൻഡോറും വെക്കാം, ഔട്ട്ഡോറും വെക്കാം. ചെടിയുടെ പേരെന്താ? ഇത് ഡ്രസീന ഡ്രാക്കു എന്ന് പറയും. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോഴത്തെ ഔട്ട്ഡോറും ഇൻഡോറും വെക്കാൻ പറ്റുന്ന പ്ലാന്റാ. ഇതിപ്പോ ഹൈലൈറ്റ് മാളിലൊക്കെ ഫുള്ള് ഈ പ്ലാന്റ് ഇതിന്റെ ചെറുതൊക്കെ വെച്ചാണ്. ഇതിന്റെ തന്നെ ചെറിയ വെർഷനാ ഈ പ്ലാന്റ്. വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാ, നല്ല ഗ്രോത്തും ഉണ്ടാവും. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ്, ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തും വെക്കാം കേട്ടാ. അപ്പോൾ ഇവര് നമുക്കൊരു ഇവിടുന്ന് ഏറ്റവും മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇതിന്റെ പേര്, ഇതിന്റെ വല്ല പേരുണ്ടോ? അതെ, അപ്പൊ ആ ഒരു ബബ്ലൂനെയും കൊണ്ട് നമ്മൾ പോവാണ്.